സൂര്യചക്ഷുഃ ശിരസഃ അനന്തരത്വാത് സൂര്യ അതിദൈവതത്വാച്ച വാതഃ പ്രാണഃ വായു സ്വാഭാവിയാത് വ്യാപ്തം വിവൃതം മുഖം അഗ്നിഃ വൈശ്വാനരഃ. വൈശ്വാനര ഇതി അഗ്നേഃ വിശേഷണം. വൈശ്വാനരോ നാമ അഗ്നിഃ വിവൃതം മുഖം ഇതി ഇത്യർത്ഥഃ. മുഖസ്യ അഗ്നിദൈവതത്വാത്. സംവത്സര ആത്മാ സംവത്സരോ ദ്വാദശമാസ ത്രയോദശമാസോ വാ. ആത്മാ ശരീരം. കാലാവയവാനാം ച സംവത്സരഃ ശരീരം. ശരീരം ച ആത്മാ. മധ്യം ഹേഷാമംഗാനാമാത്മാ ഇതി ശ്രുതേഃ. അശ്വസ്യ മേധ്യസ്യ ഇതി സർവത്ര അനുഷംഗാർത്ഥഃ പുനർവചനം. സൂര്യഃ ചക്ഷുഃ ശിരസഃ അനന്തരത്വാത് സൂര്യാധിദൈവതത്വാച്ച വാതഃ പ്രാണഃ വായുസ്വാഭാവ്യാത് വ്യാപ്തം വിവൃതം മുഖം അഗ്നിഃ വൈശ്വാനരഃ. വൈശ്വാനരഃ ഇതി അഗ്നേഃ വിശേഷണം. വൈശ്വാനരോ നാമ അഗ്നിഃ വിവൃതം മുഖം ഇത്യർത്ഥഃ. മുഖസ്യ അഗ്നിദൈവതത്വാത്. സംവത്സര ആത്മാ. സംവത്സരോ ദ്വാദശമാസഃ ത്രയോദശമാസോ വാ. ആത്മാ ശരീരം. കാലാവയവാനാം ച സംവത്സരഃ ശരീരം. ശരീരം ച ആത്മാ. മധ്യം ഹ്യേഷാമംഗാനാമാത്മാ ഇതി ശ്രുതേഃ. അശ്വസ്യ മേധ്യസ്യ ഇതി സർവത്ര അനുഷംഗാർത്ഥം പുനർവചനം. സൂര്യഃ ചക്ഷുഃ. സൂര്യൻ കണ്ണ്. അപ്പോൾ ശിരസ് പറഞ്ഞു. എന്താണ്? ഉഷക്കാലം. ഉഷക്കാലമാണ് ശിരസ്സെന്ന് പറഞ്ഞു. രണ്ടാമത് പറയാണ് സൂര്യനാണ് ചക്ഷുസ്. ശിരസഃ അനന്തരത്വാത്. ശിരസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് കണ്ണാണ്. അതെന്താ ഹൃദയം പരിഗണിക്കേണ്ടതെന്നൊന്നും ചോദിച്ചേക്കരുത്. ഒരു കൽപ്പനയാണിത്. ഒരാൾ ശിരസ് കണ്ടു, പിന്നെ അങ്ങോട്ട് നോക്കി, കണ്ണിലേക്ക് നോക്കി. ശിരസ് കഴിഞ്ഞാൽ കണ്ണാണ്. മാത്രമല്ല കണ്ണിൻ്റെ അതിദേവത സൂര്യനാണ്. സൂര്യ അതിദൈവതത്വാച്ച. കണ്ണിൻ്റെ അതിദേവത സൂര്യനാണ്. കഴിഞ്ഞു. അതുകൊണ്ടാണ്. അടുത്തത് വാതഃ പ്രാണഃ. വായു പ്രാണനാണ്. വായു പ്രാണൻ. അപ്പം ഈ അശ്വത്തിൻ്റെ പ്രാണൻ വായുവാണ്. അഥവാ വായു ഈ അശ്വത്തിൻ്റെ പ്രാണനാണ്. എന്തുകൊണ്ട്? വായു സ്വാഭാവിയാത്. വായുവിൻ്റെ സ്വഭാവം തന്നെ പ്രാണൻ്റെ സ്വഭാവമാണ്. അത് നമുക്കറിയുന്നതാണ്. അത് അതിലൊന്നും വിശദീകരണമില്ല. വ്യാപ്തം വിവൃതം മുഖം. തുറന്നു വെച്ചിരിക്കുന്ന വായ. ഈ കുതിരയുടെ വായ തുറന്നു വെച്ചിരിക്കുന്നു. അതെന്താണ്? അഗ്നിഃ. വൈശ്വാനരഃ. വൈശ്വാനര അഗ്നിയാണ്. വൈശ്വാനര ഇതി അഗ്നേഹ വിശേഷണം. വൈശ്വാനൻ എന്നുള്ളത് അഗ്നിയുടെ വിശേഷണമാണ്. വൈശ്വാനര അഗ്നിയാണ് തുറന്നു വെച്ചിരിക്കുന്ന വായ. വൈശ്വാനരോ നാമ അഗ്നിഃ വിവൃതമുഖമിത്യർത്ഥഃ. വൈശ്വാനര അഗ്നി ഈ കുതിരയുടെ തുറന്നു വെച്ച വായാണെന്നർത്ഥം. മുഖസ്യ അഗ്നി ദൈവതത്വാത്. വായയുടെ ദേവത അഗ്നിയാണ്. കണ്ണിൻ്റെ ദേവത സൂര്യനാണ്. വായയുടെ ദേവത അഗ്നിയാണ്. അത് ഓർമ്മിക്കണേ എല്ലാവരും.
വായെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓർമ്മിക്കണം, അഗ്നിയാണ് എന്നുള്ളത് ഓർമ്മിക്കണം. പറഞ്ഞു കഴിഞ്ഞിട്ട് പൊള്ളിയല്ലോ പൊള്ളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. സംവത്സര ആത്മാ, സംവത്സരമാണ് ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ ദേഹമധ്യം എന്നർത്ഥം ഇവിടെ, അല്ലാണ്ട് നമ്മൾ ആത്മാവ് എന്ന് അർത്ഥം എടുക്കരുത്. ദേഹമധ്യം സംവത്സരമാണ്. എന്താ ഈ സംവത്സരം എന്ന് പറഞ്ഞാൽ? ഭാഷ്യകാരൻ പറയാണ്, 12 മാസഃ ത്രയോദശ മാസോ വാ. ഒന്നുകിൽ 12 മാസം അല്ലെങ്കിൽ 13 മാസം ചേർന്ന കാലമാണ് സംവത്സരം. എന്താ 13 മാസം? 30, 15, 2 പക്ഷമാണ് ഒരു മാസം. അപ്പം പക്ഷം മാസമാകുമ്പോൾ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും? 360. 12 × 30 360. 5 ദിവസം മെച്ചം വന്നു. 5 ദിവസം മെച്ചം വന്ന് 3 കൊല്ലം കഴിഞ്ഞാലോ ഒരു അധിമാസം വരും. ഒരു അധിമാസം വരും. അധിമാസത്തിൽ 15 ദിവസം ഉണ്ടാവും. പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെയാണ് കണക്ക്. വിക്രം സംവത്സരത്തിലൊക്കെ അങ്ങനെയാണ് ഗണന വരിക. അധിമാസം വരും. അപ്പോൾ ഇടയ്ക്ക് അധിമാസം വരുന്നത് കൊണ്ടാണ് 13 മാസമോ എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. അല്ലാണ്ട് 28 ദിവസം 29 ദിവസം പല മാസത്തിൽ പല ദിവസം അങ്ങനെയൊന്നുമില്ല. ചില മാസം 31 ദിവസം, ചില മാസം 30 ദിവസം, അങ്ങനെയല്ല. പിന്നെയോ എല്ലാ മാസവും 30. അങ്ങനെ 30 ആകുമ്പോൾ 3 കൊല്ലം കഴിയുമ്പോൾ ഒരു അധിമാസം, പിന്നെ വീണ്ടും വരും. അങ്ങനെ. അപ്പോൾ 12 മാസം അഥവാ 13 മാസമാണ് ഒരു സംവത്സരം. അതാണ് ആത്മാ. ആത്മാ എന്ന് പറഞ്ഞ അർത്ഥം ശരീരമധ്യം. കാലാവയവാനാം ച സംവത്സരഃ ശരീരം. കാലത്തിൻ്റെ അവയവങ്ങളിൽ സംവത്സരമാണല്ലോ ശരീരം. കാലത്തിൻ്റെ അവയവങ്ങളിൽ സംവത്സരമാണ് ശരീരം. സംവത്സരത്തിൻ്റെ അംഗങ്ങളാണ് മാസങ്ങളും പക്ഷങ്ങളും ദിവസങ്ങളും ഒക്കെ. അപ്പോൾ സംവത്സര പ്രജാപതിയാണ്. അപ്പം സംവത്സര പ്രജാപതിക്ക് 12 ആരങ്ങൾ, ഓരോന്നിലും 30 കള്ളികൾ, അങ്ങനെയുള്ള കൽപ്പന ഉണ്ട്. ആ 12 ആരങ്ങളെ വീണ്ടും ഓരോന്നിലും 2 ഉണ്ടാവും. അത് ഋതുക്കളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 6 ഋതുക്കൾ. അങ്ങനെയാണ് ഈ സംവത്സര പ്രജാപതിക്കുടെ കറക്കം വരുന്നത്. 6 പ്രധാന ആരങ്ങൾ ഉണ്ടാവും. അതിന് നടുക്ക് ഓരോന്ന് വെച്ചിട്ട് 12 ആരങ്ങൾ, അതിനുള്ളിൽ 30 വെച്ചിട്ട്. അങ്ങനെയാണ് സംവത്സര പ്രജാപതിയുടെ കറക്കം വരിക. അതാണ് ശരീരം. കാലാവയവാനാം സംവത്സരഃ ശരീരം. അതുകൊണ്ട് ശരീരം ചാത്മാ, ശരീരമാണ് ആത്മാവ്. എന്താ ആത്മാവെന്ന് പറഞ്ഞാൽ? മധ്യം ഹേഷാം അംഗാനാം ആത്മാ. ഈ അംഗങ്ങളുടെയൊക്കെ മധ്യമാണ് ആത്മാ എന്ന് ശ്രുതിയുണ്ട്. അല്ലാണ്ട് ആത്മാവ് എന്നുള്ള ഉണ്മ, ബ്രഹ്മം എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കരുത്. ഇത് കർമ്മകാണ്ഡാണ്, അത് സംബന്ധിച്ചതാണ്. അശ്വസ്യ മേധ്യസ്യ ഇത് സർവത്ര അനുഷംഗാർത്ഥം പുനർവചനം. മേധ്യമായിരിക്കുന്ന അശ്വത്തിൻ്റെ എന്ന് എല്ലായിടത്തും കൂട്ടിച്ചേർത്തോളണം. അതായത് മേധ്യമായിരിക്കുന്ന അശ്വത്തിൻ്റെ ശിരസ് ഉഷാക്കാലം, മേധ്യമായ അശ്വത്തിൻ്റെ കണ്ണ് സൂര്യൻ, മേധ്യമായിരിക്കുന്ന അശ്വത്തിൻ്റെ പ്രാണൻ വായു, മേധ്യമായിരിക്കുന്ന അശ്വത്തിൻ്റെ ശരീരമധ്യം സംവത്സരം. അങ്ങനെ എടുക്കണം സർവത്ര, എല്ലായിടത്തും. ദ്യൗ പൃഷ്ഠം ഊർധ്വത്വ സാമാന്യാത് അന്തരിക്ഷമുദരം സുഷിരത്വ സാമാന്യാത് പൃഥിവീ പാജസ്യമിതി
വർണ്ണവ്യത്യയേന പാദാസനസ്ഥാനം ഇത്യർത്ഥ. ദിശഃ ചതസ്രഃ അപി പാർശ്വേ പാർശ്വേന ദിശാം സംബന്ധാത്. പാർശ്വയോः ദിശാം ച സംഖ്യാവൈഷമ്യാത് അയുക്തമിതി ചേത് ന. സർവമുഖത്വോപപത്തേः അശ്വസ്യ പാർശ്വാഭ്യാമേവ സർവദിശാം സംബന്ധാത് അദോഷഃ. അവാന്തരദിശഃ ആഗ്നേയാദ്യാः പാർശ്വവഃ പാർശ്വാസ്ഥീനി ഋതവഃ അംഗാനി സംവത്സര അവയവത്വാത് അംഗസാധർമ്മ്യാത്. മാസാः ച അർദ്ധമാസാः ച പർവാണി സന്ധയഃ സന്ധിസാമാന്യാത്. അഹോരാത്രാണി പ്രതിഷ്ഠാः ബഹുവചനാത് പ്രാജാപത്യദൈവപിത്രിയ മാനുഷാണി പ്രതിഷ്ഠാः പാദാः പ്രതിഷ്ഠതി ഏതൈः ഇതി. അഹോരാത്രൈः ഹി കാലാത്മാ പ്രതിഷ്ഠതി അശ്വസ്യ പാദൈः. ദ്യൗ പൃഷ്ഠം ഊർധ്വത്വസാമാന്യാത്. അന്തരിക്ഷം ഉദരം സുഷിരത്വസാമാന്യാത്. പൃഥിവി പാജസ്യം പാജസ്യം ഇതി വർണ്ണവ്യത്യേന പാദാസനസ്ഥാനം ഇത്യർത്ഥഃ. ദിശഃ ചതസ്രഃ അപി പാർശ്വേ പാർശ്വേന ദിശാം സംബന്ധാത്. പാർശ്വയോः ദിശാം ച സംഖ്യാവൈഷമ്യാത് അയുക്തമിതി ചേത് ന. സർവമുഖത്വ ഉപപത്തേഃ അശ്വസ്യ പാർശ്വാഭ്യാമേവ സർവദിശാം സംബന്ധാത് അദോഷഃ. അവാന്തരദിശഃ ആഗ്നേയാദ്യാः പർശവഃ പാർശ്വാസ്ഥീനി ഋതവഃ അംഗാനി സംവത്സര അവയവത്വാത് അംഗസാധർമ്മ്യാത് ച. മാസാः ച അർദ്ധമാസാः ച പർവാണി സന്ധയഃ സന്ധിസാമാന്യാത്. അഹോരാത്രാണി പ്രതിഷ്ഠാः ബഹുവചനാത് പ്രാജാപത്യദൈവപിത്രിയമാനുഷാണി പ്രതിഷ്ഠാः പാദാः പ്രതിഷ്ഠതി ഏതൈः ഇതി. അഹോരാത്രൈः ഹി കാലാത്മാ പ്രതിഷ്ഠതി അശ്വശ്ച പാദൈः. ഇവിടെ ചില കൽപ്പനയൊക്കെ വിഷമമുണ്ട്, പക്ഷെ നമ്മൾ പഠിക്കുകയല്ലാതെ വഴിയില്ല. ഒരു കൽപ്പനയാണ്. കൽപ്പനയിൽ പിന്നെ എന്ത് കൽപ്പിച്ചാൽ എന്താ? എന്തായാലും കൽപ്പിക്കുകയാണ്, എന്നാ പിന്നെ എന്ത് കൽപ്പിച്ചാൽ എന്താന്നാണ്. അങ്ങനൊരു ബുദ്ധി ഉണ്ടെങ്കിലേ ഇപ്പോൾ അത് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഈ കടുംപിടുത്തം ഉള്ളവർക്കത് പഠിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഒരു ലാഘവം വേണം, അല്ലെങ്കിൽ വിഷമാണ്. ദ്യൗ പൃഷ്ഠം, ദ്വിലോകം പൃഷ്ഠമാണ്. എന്തുകൊണ്ട്? ഊർധ്വത്വ സാമാന്യാത്. ഊർധ്വത്വ സാമാന്യം കൊണ്ട് ദ്വിലോകം മുകളിലാണ്. ഈ കുതിരയുടെ പൃഷ്ഠം എവിടെയാ? മുകളിലാണ്, ഏറ്റവും മുകളിലാണ്. അതുകൊണ്ട് കുതിരയുടെ പൃഷ്ഠമാണ് ദ്വിലോകം. മനുഷ്യൻ്റെ പൃഷ്ഠമല്ല, മനുഷ്യനായിട്ട് കൽപ്പിക്കരുത്, കുതിരയാണ് ഇവിടെ. അതുകൊണ്ടാണ്. അന്തരീക്ഷം ഉദരം, കുതിരയുടെ ഉദരം അന്തരീക്ഷമാണ്. സുഷിരത്വ സാമാന്യാത്,
സുഷിരത്വം എന്നുള്ള സാമാന്യം, സുഷിരം ദ്വാരം, ദ്വാരസാമാന്യം കൊണ്ട് അന്തരീക്ഷം ഒരു ദ്വാരം പോലെ കണക്കാക്കണം മൊത്തം. ദ്വിലോകം മുതൽ ഭൂമി വരെ ഉള്ളതായ മധ്യത്തിലുള്ളതൊരു ദ്വാരം പോലെ കണക്കാക്കുക. അതിലാണ് എല്ലാം നിവസിക്കുന്നത് എന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഉദരം ആണ് അന്തരീക്ഷം. ഉദരമാണ്. ഉദരാണല്ലോ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്. അതുപോലെ അന്തരീക്ഷം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഒരു കൽപ്പനയാണ്. പൃഥിവി പാജസ്യം. എന്താ ഈ പാജസ്യം? പാജസ്യം എന്ന് പറഞ്ഞാൽ പാദസ്യമാണ്. അത് വർണ്ണം മാറ്റിയിട്ട് അത് ഈ പരോക്ഷപ്രിയാഹി ദേവാഹ എന്ന് പറയാറുണ്ട്. പരോക്ഷപ്രിയന്മാരാണ് ദേവന്മാർ. നേരെ പറയുന്നത് ദേവന്മാർക്ക് ഇഷ്ടമല്ല. എപ്പോഴും ഒരു വക്ര വഴിയിലാണ് പറയുക, ഒരു വളഞ്ഞ വഴിയിൽ. അപ്പം ചില വാക്കുകളെയൊക്കെ ഒന്ന് മാറ്റി പറയും. ദേവനെ പറയുമ്പോൾ വേദം എന്ന് പറയും, വേദം എന്ന് പറയുമ്പോൾ ദേവൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് പരോക്ഷപ്രിയാഹി ദേവാഹ എന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പാജസ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പാദസ്യ എന്ന് മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. പൃഥിവി പാജസ്യമാണ്. അതായത് കാല് വെക്കാനുള്ള ഇടമാണ് പൃഥിവി, പാദാസന സ്ഥാനം. ഈ പാദത്തെ വെക്കാനുള്ള സ്ഥാനം. ഇത് കൽപ്പനയാണേ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കൽപ്പനയായതുകൊണ്ട്. ദിശ പാർശ്വേ, വല്ലാത്ത കൽപ്പന. അവിടെ പറഞ്ഞ കുറച്ച് കാൽപ്പനിക ദൃഷ്ടി സ്വീകരിക്കണം. പാർശ്വം എത്ര ഉണ്ട്? പാർശ്വം എന്ന് പറഞ്ഞാൽ 2 ദ്വിവചനാണ്. പാർശ്വം എന്ന് പറഞ്ഞാൽ ദ്വിവചനാണ്. കുതിരയ്ക്ക് 2 പാർശ്വങ്ങളാണ്. ഈ പാർശ്വങ്ങൾ ദിക്കാണ്. ദിക്ക് എത്ര ഉണ്ട്? 4. അപ്പം എങ്ങനെ ശരിയാവുക എന്ന് നിങ്ങളാരും കുറ്റം പറയരുത് എന്നാണ് പറയണത്. ദിശ ചതസ്രഹ അഭി, ദിക്കുകൾ 4 ഉണ്ടെങ്കിലും പാർശ്വേ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടു. പാർശ്വങ്ങൾ എന്ന ദ്വിവചനം പറഞ്ഞതിൽ അതിൽ ഉൾപ്പെട്ടു എന്നാണ്. ദിശാം സംബന്ധാത് പാർശ്വേന, എല്ലാ ദിക്കും കുതിരേൻ്റെ പാർശ്വമാണല്ലോ എന്നാണ് പറയണത്. കുതിരയുടെ പാർശ്വം എല്ലാ ദിക്കും ആയല്ലോ. അതൊരു കൽപ്പനയാണ്. അല്ല, കൽപ്പനയ്ക്ക് ഒരു സുഖമില്ലായ്മ ഉണ്ട് അല്ലേ? കാരണം പാർശ്വങ്ങൾ 2 ഉള്ളൂ, ദിക്കുകൾ 4 ഉണ്ട്. ദിക്കുകൾ 4 ആര് പറഞ്ഞു? പാർശ്വദിക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 8 ആയില്ലേ? മേലെയും താഴെയും കൂട്ടിയാൽ 10 ആയില്ലേ? നിങ്ങളുടെ ആരാ പറഞ്ഞ 10 ദിക്കാന്ന്? 4 ദിക്കേ ഉള്ളൂ എന്ന്. ദിക്ക് 10 ഇല്ലേ? അപ്പൊ പിന്നെ 2 എടുത്താലും പോരെ? ആ 2-ൽ 10 അന്തർഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ പോരെ? കൽപ്പനയിൽ എന്തായാലും കൽപ്പനയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ കുതിരയുടെ 2 പാർശ്വങ്ങളിൽ എല്ലാ ദിക്കും ഉൾപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ കണ്ടോളൂ. അതാണ് പാർശ്വയോഹോ ദിശാം ച സംഖ്യാവൈഷമ്യാത് അയുക്തമിതി ചേതിന. ദിക്കുകളുടെയും പാർശ്വങ്ങളുടെയും സംഖ്യാവൈഷമ്യം കൊണ്ട്, ഒന്ന് 4 ആണ്, ഒന്ന് 2 ആണ് എന്നുള്ള വൈഷമ്യം കൊണ്ട് അയുക്തമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത്. ചേതിന, അങ്ങനെ പറഞ്ഞേക്കരുത്. ഒരയുക്തത അവിടെ ഇല്ല. എന്തുകൊണ്ട്? സർവമുഖത്വോപപത്തേശ്ച, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ പാർശ്വങ്ങൾ. കുതിരയുടെ പാർശ്വങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ട്. അശ്വസ്യ പാർശ്വാഭ്യാമേവ സർവദിശാം സംബന്ധാത്. ഈ കുതിരയുടെ 2 പാർശ്വം കൊണ്ട് എല്ലാ ദിക്കിലേക്കും സംബന്ധമുണ്ട്. കറങ്ങണ്ടെന്നേ, നിന്നെടുത്ത് നിന്നാൽ തന്നെ നല്ലോണം പുല്ലൊക്കെ കഴിച്ച് വയറ് വീർത്ത കുതിരയാന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ പാർശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കും ആയല്ലോ എന്നാ ചോദിക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും കെട്ടിയിട്ട് ആരും തടസ്സപ്പെട്ട് നിൽക്കണ്ട. ഇത് വെറും കൽപ്പനയാണ്. ഇതൊക്കെ തള്ളാനുള്ളതാ. ഇതിനൊക്കെ കൊന്നു തള്ളാനുള്ളതാ കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇപ്പോൾ കൊടുക്കണ്ടെന്നാ പറയുന്നത്. അവാന്തര ദിശ, അവാന്തര ദിക്കുകൾ, ഈശാനം, ആഗ്നേയം തുടങ്ങിയിട്ടുള്ള അവാന്തര ദിക്കുകൾ എന്താണ്? പർശവഹ പാർശ്വാസ്ഥീനി, വാരിയെല്ലുകൾ. വാരിയെല്ലുകളാണ്
അവാന്തര ദിക്കുകൾ. പിന്നെ ഋതവഹ അംഗാനി, ഋതുക്കള് അംഗങ്ങള്, സംവത്സര അവയവത്വാത് അംഗസാധർമ്മ്യാത്. ഈ കുതിരയ്ക്ക് എന്തെല്ലാം അംഗങ്ങളുണ്ടോ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്, അതൊക്കെ ഋതുക്കളാണ്. മാസാഹാച്ച അർദ്ധമാസാഹാച്ച പർവാണി, മാസങ്ങളും അർദ്ധമാസങ്ങളും, അർദ്ധമാസം എന്ന് പറഞ്ഞാൽ പക്ഷം, മാസങ്ങളും പക്ഷങ്ങളും പർവങ്ങളാണ്. പർവം വെച്ചാൽ സന്ധി, സന്ധികൾ, സന്ധിദേശങ്ങൾ. എത്ര സന്ധി ഉണ്ടെന്ന് ആരും എണ്ണാൻ പോകരുതേ, എണ്ണിക്കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമാവും. കാരണം ആ മാസങ്ങളും അർദ്ധമാസങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 24 ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പോൾ 24 അല്ലല്ലോ സന്ധികൾ എന്നാരും പറഞ്ഞേക്കരുത്. സന്ധി അതിൽ കൂടുതലുണ്ടല്ലോ എന്ന് പറയരുത്, ഒരു കൽപ്പനയാണ്. സന്ധികൾ പോലെ. സന്ധി സാമാന്യാത്, ഭാഷ്യക്കാരനൊന്ന് നേരെയാക്കാൻ നോക്കുക. സന്ധി സാമാന്യാത്, സന്ധിയുമായി സമാനതയുണ്ട് ഈ മാസം. കാരണം ദേഹമധ്യം ഈ സംവത്സരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സംവത്സരത്തിൻ്റെ അംഗങ്ങളാണല്ലോ ഋതുക്കൾ, മാസങ്ങൾ, അർദ്ധമാസങ്ങളൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയണത്. അഹോരാത്രാണി പ്രതിഷ്ഠാ, അഹോരാത്രങ്ങൾ പ്രതിഷ്ഠകളാണ്. എന്തിനാ പ്രതിഷ്ഠാഹ എന്ന് ബഹുവചനം പറഞ്ഞത്? ശരിക്കും വളരെ എളുപ്പമാണ്. കുതിരയ്ക്ക് 4 കാലുണ്ടല്ലോ, അതുകൊണ്ടാണ് ബഹുവചനം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? 4 കാലുണ്ടല്ലോ, അതുകൊണ്ടാണ് പ്രതിഷ്ഠകൾ എന്ന് ബഹുവചനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ സമയത്ത് ഭാഷ്യകാരൻ ഇതൊരു മൂഡിനനുസരിച്ച് പറഞ്ഞതാണ്. എന്താണ്? പ്രാജാപത്യ ദൈവ പിത്രിയ മാനുഷാണി, ബ്രഹ്മസംബന്ധിയായ പാദങ്ങൾ, ദൈവസംബന്ധിയായ പാദങ്ങൾ, മനുഷ്യസംബന്ധമായ പാദങ്ങൾ, പിതൃസംബന്ധിയായ പാദങ്ങൾ, എല്ലാത്തിനും എടുത്തിട്ടാണ് ബഹുവചനത്തിൽ പറഞ്ഞത്. അപ്പം സകല ജീവരാശിയുടെയും പാദങ്ങളെ ഒരുപോലെ എടുത്തിട്ടാണ് ബഹുവചനം പറഞ്ഞത്. അപ്പം എത്രയായി? സഹസ്രപാത് എന്നുള്ളതായി, 1000 കാലുകളായി. 1000 എന്ന് പറഞ്ഞാൽ അനേകം, അനവധി. അഹോരാത്രൈഹി കാലാത്മന പ്രതിഷ്ഠതി അശ്വഹ പാദൈഹി, അഹോരാത്രങ്ങളെ കൊണ്ടാണ് സംവത്സര പ്രജാപതി നിലനിൽക്കുന്നത്. ഏതുപോലെ? അശ്വങ്ങൾ പാദങ്ങളാൽ എന്ന പോലെ. അശ്വങ്ങൾ പാദങ്ങളാൽ എന്ന പോലെ അഹോരാത്രങ്ങളെ കൊണ്ടാണ് സംവത്സരങ്ങൾ നിലകൊള്ളുന്നത്. ആണല്ലോ, അതിൽ സംശയം, അതങ്ങനെ തന്നെയാ, അതിൽ കുഴപ്പമില്ല. നക്ഷത്രാണി അസ്ഥീനി ശുക്ലത്വ സാമാന്യാത് നഭോ നഭസ്ഥാഹ മേഘാഹ അന്തരീക്ഷസ്യ ഉദരത്വക്തേഹ മാംസാനി ഉദക രുധിര സേചന സാമാന്യാത് ഊവധ്യം ഉദരസ്ഥം അർദ്ധജീർണമശനം സികതാഹ വിശ്ലിഷ്ട അവയവത്വ സാമാന്യാത് സിന്ധവഃ സ്പന്ദന സാമാന്യാത് നദ്യഃ ഗുദാഃ നാഡ്യഃ ബഹുവചനാച്ച. യകൃച്ഛ ക്ലോമാനശ്ച ഹൃദയസ്യ അധസ്താത് ദക്ഷിണോത്തരൗ മാംസഖണ്ഡൗ. ക്ലോമാനഃ ഇതി നിത്യം ബഹുവചനം ഏകസ്മിൻ ഏവ. പർവതാഃ കാഠിന്യാത് ഉച്ഛ്രിതത്വാച്ച ഓഷധയഃ ച ക്ഷുദ്രാഃ സ്ഥാവരാഃ വനസ്പതയഃ മഹാന്തഃ ലോമാനി കേശാശ്ച യഥാസംഭവം. ഇത് കുറച്ച് കടന്ന കൽപ്പനകളാണ്. നക്ഷത്രാണി അസ്ഥീനി ശുക്ലത്വ സാമാന്യാത് നഭോ നഭസ്ഥാഃ മേഘാഃ അന്തരീക്ഷസ്യ ഉദരത്വക്തേഃ മാംസാനി ഉദക രുധിര സേചന സാമാന്യാത്
ഊവധ്യം ഉദരസ്ഥം അർദ്ധജീർണം അശനം സികതഃ വിശ്ലിഷ്ട അവയവത്വ സാമാന്യാത് സിന്ധവഃ സ്യന്തന സാമാന്യാത് നദ്യഃ ഗുദാഃ നാഡ്യഃ ബഹുവചനാച്ച യകൃച്ഛ ക്ലോമാനശ്ച ഹൃദയസ്യ അധസ്താത് ദക്ഷിണോത്തരൗ മാംസഖണ്ഡൗ ക്ലോമാനഃ ഇതി നിത്യം ബഹുവചനം ഏകസ്മിൻ ഏവ പർവതാഃ കാഠിന്യാത് ഉച്ഛ്രിതത്വാത് ച ഓഷധയശ്ച ക്ഷുദ്രാः സ്ഥാവരാः വനസ്പതയः മഹാന്തः ലോമാനി കേശാശ്ച യഥാസംഭവം. നക്ഷത്രാണി അസ്ഥീനി. നക്ഷത്രങ്ങൾ അസ്ഥികളാണെന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങളെ അസ്ഥികളായിട്ട് കൽപ്പിച്ചു. ഇതിപ്പോൾ എങ്ങനെയാ അപ്പോൾ ഇതൊക്കെ കൽപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഒരു കൽപ്പന, അത്രയേ ഉള്ളൂ. നക്ഷത്രങ്ങൾ അസ്ഥികളാണ്. ശുക്ലത്വ സാമാന്യാത്, രണ്ടിനും നല്ല വെളുപ്പ് വർണ്ണമുണ്ടല്ലോ എന്നാണ്. നഭഃ ആകാശം, നഭസ്ഥാഹ മേഘാഹ, നഭസ്ഥങ്ങളായ മേഘങ്ങൾ, ആകാശത്തിലുള്ള മേഘങ്ങൾ അന്തരീക്ഷസ്യ ഉദരത്വോക്തി. അതാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷം ഉദരമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ രണ്ടാമതും പറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നഭ എന്ന് പറഞ്ഞാൽ നഭത്തിലെ മേഘങ്ങളെന്ന് എടുക്കാനേ വയ്ക്കൂ. മാംസാനി, മാംസങ്ങളാണ്. ഉദകരുധിര സേചന സാമാന്യ, രക്തമാകുന്ന വെള്ളത്തെ സേചനം ചെയ്യുന്നു എന്നതുകൊണ്ട് മേഘം വെള്ളത്തെ സേചനം ചെയ്യുന്നു. അതുപോലെ മാംസം മുറിച്ചാൽ രക്തം വരുന്നു എന്നാണ് പറയണത്. അതൊരു കൽപ്പന. അതാ പറഞ്ഞ കുറച്ചൊരു കാൽപ്പനികത, കുറച്ച് വിഷമം പിടിച്ച കാൽപ്പനികതയാണത്. ഊവധ്യം ഉദരസ്ഥം അർദ്ധജീർണമശരം, പകുതി ദഹിച്ച ഭക്ഷണം. അതാണ് ഊവധ്യം എന്ന് പറഞ്ഞാൽ. വയറ് മുറിച്ചാൽ കിട്ടും ഊവധ്യം, വയറ് മുറിച്ചാൽ കിട്ടുന്നതാണ്. അതെന്താണത്? ഊവധ്യം സികതാഹ അല്ലേ പറഞ്ഞേ? കുഞ്ചിരോമങ്ങൾ ദഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചേർന്ന് ഒന്നായി നിൽക്കും. ദഹിക്കുന്നതിന് മുമ്പ് ഒന്നായി, പക്ഷെ ദഹിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ഇതൊക്കെ വേർപെട്ട് നിൽക്കുന്നതാണ്. അത് വിശ്ലിഷ്ട അവയവ സാമാന്യാത് എന്നാണ് പറഞ്ഞത്. വിശ്ലിഷ്ടമായി വേർപെട്ട് നിൽക്കുന്ന സാമാന്യം കൊണ്ട് ഈ കുഞ്ചിരോമങ്ങളാണ് ഇതിൻ്റെ ഊവധ്യം. ദഹിക്കാത്ത ഭക്ഷണം എടുക്കണം. കുറച്ച് വിഷമം പിടിച്ച കൽപ്പനയാണ്. തൽക്കാലവും ശ്രുതി പറഞ്ഞതായതുകൊണ്ട് സ്വീകരിക്കുകയല്ലാണ്ട് നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ കൽപ്പിക്കണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. അത് വേണമല്ലോ. കാരണം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞ് കർമ്മത്തെ അതിക്രമിക്കുന്നതിന് അശ്വമേധ സംബന്ധിയായ ജ്ഞാനം വേണം. അപ്പം അവിടെ അശ്വത്തെ സാധാരണ കുതിരയെന്നങ്ങോട്ട് മാറ്റി, സാധാരണ കുതിര എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ഈ വിശ്വം മുഴുവനാകുന്ന കുതിര, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവനാകുന്ന കുതിര എന്നാക്കി മാറ്റി. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം, കുറച്ചും കൂടി കഴിയട്ടെ, ഒരു 2 അധ്യായം മുന്നോട്ട് പോട്ടെ. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ വിശ്ലിഷ്ടമായ അവയവത്തിൻ്റെ സാമാന്യം കൊണ്ട് അർദ്ധജീർണമായിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഇതിൻ്റെ സികതങ്ങളായിട്ട് എടുക്കുക. സിന്ധവഃ സ്യന്തമാന സാമാന്യാത് നദ്യഃ ഗുദാഃ നാഡ്യഃ ച.
അപ്പൊ ഗുദങ്ങൾ എന്ന് പറയാൻ വയ്യ, ഗുദം എന്നേ പറയാൻ പറ്റൂ. ഗുദം ഒന്നേ ഉള്ളൂ. പക്ഷേ ഗുദാഹ എന്ന് ബഹുവചനം പറഞ്ഞു. നാഡികളും, നാഡികളെയും ഗുദങ്ങളെയും ചേർത്തിട്ടെടുക്കുകയാണ് എല്ലാ നദികളും. ഒഴുകുന്ന എല്ലാം ഇതിൻ്റെ ഗുദങ്ങളും നാഡികളും ആണെന്നൊരു കൽപ്പന. എന്തുകൊണ്ട്? സ്യന്തന സാമാന്യാത്, ഒഴുകുക ഇളകുക എന്ന സമാനത ഉള്ളത് കൊണ്ട്. നാഡികളിലൂടെ ഒഴുകുന്നു, അതുപോലെ നദികൾ ഒഴുകുന്നു. അതുപോലെ കുതിരയുടെ ഈ ഗുദത്തിന് സദാസമയം ചലിച്ചിരിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. ചലിക്കുക എന്നുള്ള സമാനത കൊണ്ടായിരിക്കാം അതിനെ ഒന്നിച്ചു കൂട്ടിയത്. അത് വ്യായാമാണോ എന്താണെന്നറിയില്ല അല്ലേ? എന്തായാലും ഗുദവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും കുതിരയുടെ. കഴുതയ്ക്കുണ്ടോ അത്? കഴുതയ്ക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കഴുതയ്ക്കുണ്ടോ? കോവർക്കഴുതയ്ക്കുണ്ട്. കോവർക്കഴുതയ്ക്കും കുതിരയ്ക്കുണ്ട്. കഴുതയ്ക്കുണ്ടോയെന്ന് ഓർമ്മയില്ല. എന്തായാലും ആ ചലന സാമാന്യം കൊണ്ട് നദിയായിട്ട് സങ്കല്പിച്ചു. യകൃച്ഛ ക്ലോമാനശ്ച യകൃത്ത്. യകൃത്ത് ഹൃദയത്തിന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രണ്ട് മാംസഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞു. ഹൃദയത്തിന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രണ്ട് മാംസഖണ്ഡങ്ങൾ. ക്ലോമാനഹ ഇത് നിത്യം ബഹുവചനം ഏകസ്മിൻ. ക്ലോമാനഹ എന്ന ബഹുവചനം ഏകവചനായിട്ട് എടുത്താൽ മതി എന്ന് പറയുകയാണ്. ഏകത്തിൽ എപ്പോഴും ഈ വെള്ളത്തിന് ആപഹ എന്ന ശബ്ദം ബഹുവചനത്തിൽ എന്നതുപോലെ ക്ലോമാനഹ എന്നുള്ള ശബ്ദം ബഹുവചനായിട്ടാണ് പ്രയോഗിക്കുന്നത് എന്ന് പറയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, ചോദിക്കരുതേ, അറിയില്ല. ക്ലോമാനഹ ഇത് നിത്യം ബഹുവചനം ഏകസ്മിൻ ഏവ. ക്ലോമാനഹ എന്നുള്ള ബഹുവചനം എപ്പോഴും ഏകസ്മിൻ ഏവ പ്രയുജ്യതേ, ഒന്നിലാണ് ഉപയോഗിക്കുന്നത്. ആപഹ എന്ന് വെള്ളത്തിൽ പ്രയോഗിക്കുന്ന പോലെ. പർവ്വതാഹ കാഠിന്യാത് ഉച്ഛ്രിതാച്ഛ. പർവ്വതം എന്താ പറഞ്ഞേ നേരത്തെ? വൃക്ഷമല്ല, ഹൃദയത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന രണ്ട് മാംസഖണ്ഡങ്ങൾ, അവയെ പർവ്വതങ്ങളായിട്ട് കൽപ്പിച്ചു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കാഠിന്യാത് ഉച്ഛ്രിതാച്ഛ. കാഠിന്യം കൊണ്ടും ഉച്ഛ്രിതത്വം കൊണ്ടും. എങ്ങനെയാണ് ഉച്ഛ്രിതത്വം ആവാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൃദയത്തിൽ തൂങ്ങിക്കിടക്കണത്. ഓഷധയ ക്ഷുദ്ര സ്ഥാവര വനസ്പതയ മഹാന്തഃ. ചെറിയ ചെറിയ സസ്യങ്ങൾ, ഓഷധികൾ, വലിയ വൃക്ഷങ്ങൾ തുടങ്ങിയവ, വനസ്പതികൾ, ഇവ ഒക്കെ രോമങ്ങളാണ്. അപ്പം ചെറിയ രോമം വലിയ രോമം എന്നൊക്കെ എടുത്തോളൂ എന്നാണ് പറയണത്. യഥാസംഭവം വലുതിനെ വലുതായിട്ട് എടുത്തോളൂ, ചെറുതിനെ ചെറുതായിട്ട് എടുത്തോളൂ. ചെറിയ ചെറിയ രോമങ്ങളെയൊക്കെ ഓഷധികളായിട്ട് മനസ്സിലാക്കുക, വലിയ രോമങ്ങളെ വനസ്പതിയായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളങ്ങനെ എടുക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും കൽപ്പനയല്ലേ, പിന്നെ എന്ത് കൽപ്പിച്ചു എന്താ? എന്തായാലും ഈ സംസാരം മുഴുവൻ കൽപ്പനയാണ്. ഈ സംസാരം മുഴുവൻ ഒരു കൽപ്പനയാണ്. ഇപ്പം ബ്രഹ്മാവിനെ സംഹാരകനായിട്ടും രുദ്രനെ സൃഷ്ടികർത്താവായിട്ടും കൽപ്പിച്ച എന്താന്ന് ചോദിച്ചാൽ കൽപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല. എന്തായാലും കൽപ്പനയല്ലേ. അമ്മേനെ അച്ഛനായിട്ടും അച്ഛൻ അമ്മയായിട്ടും കൽപ്പിച്ച എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കൽപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്താ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പിന്നെ പ്രശ്നമായി പോവും. എന്തായാലും കൽപ്പനയാണ്. ഉദ്യൻ ഉദ്ഗച്ഛൻ ഭവതി സവിത ആ മധ്യാഹ്നാത്
അശ്വസ്യ പൂർവാർദ്ധോ നാഭേഃ ഊർധ്വം ഇത്യർത്ഥഃ. നിംലോചനഃ തം എന്നാമ മധ്യാഹ്നാത് ജഘനാർദ്ധഃ അപരാർദ്ധഃ പൂർവാപരത്വസാധർമ്മ്യാത് യത് വിജൃംഭത്തെ ഗാത്രാണി വിനാമയതി വിക്ഷിപതി തദ് വിദ്യോതദേ വിദ്യോതനം മുഖഘന വിദാരണ സാമാന്യാത്. യത് വിധൂനതേ ഗാത്രാണി കമ്പയതി തത് സ്തനയതി ഗർജന ശബ്ദ സാമാന്യാത്. യന്മേഹതി മൂത്രം കരോതി അശ്വഃ തത് വർഷതി വർഷണം തത് സേചന സാമാന്യാത്. വാഗേവ ശബ്ദ ഏവ അസ്യ അശ്വസ്യ വാഗിതി നാത്ര കൽപ്പന ഇത്യർത്ഥഃ. ഉദ്യൻ ഉദ്ഗച്ഛൻ ഭവതി സവിത ആമധ്യാഹ്നാത് അശ്വസ്യ പൂർവാർദ്ധഃ നാഭേഃ ഊർധ്വമിത്യർത്ഥഃ. നിംലോചൻ അസ്തം എത്രയാണ് അവിടെ? ആ മധ്യാഹ്നാത് യത് അവിടെ നകാരം വന്നല്ലോ അവിടെ. ഇത് ആ മധ്യ ആണ്, പക്ഷെ അതവിടെ ഒരു നകാര ആധിക്യം ഉണ്ട് അവിടെ. അസ്തം അസ്തം ഇത് നാന്നെടുക്കാൻ പറ്റില്ല, നാന്നെടുത്ത അർത്ഥം മാറിപ്പോവും. ആ മധ്യാഹ്നാത് ജഗനാർദ്ധഃ അപരാർദ്ധഃ പൂർവാപരത്വ സാധർമ്മ്യാത്. അവിടെ ഒരു നാ എന്താ മനസ്സിലാവില്ല. എന്നാലും നമുക്ക് ആ നാ ഒഴിവാക്കിയിട്ടേ പറയാൻ പറ്റൂ. നിംലോചൻ അസ്തം അവിടെ എന്നെങ്ങനെയാ പറയുക, അതല്ലേ പ്രശ്നം. യൻ ശരി, യൻ പോകുന്നവൻ യൻ ആമധ്യാഹ്നാത് ജഘനാർദ്ധഃ അപരാർദ്ധഃ പൂർവാപരത്വ സാധർമ്മ്യാത് യത് വിജൃംഭത്തെ ഗാത്രാണി വിനാമയതി വിക്ഷിപതി തത് വിദ്യോതദേ വിദ്യോതനം മുഖഘന വിദാരണ സാമാന്യാത്. യത് വിധൂനുതേ ഗാത്രാണി കമ്പയതി തത് സ്തനയതി ഗർജന ശബ്ദ സാമാന്യാത്. യത് മേഹതി മൂത്രം കരോതി അശ്വഃ തത് വർഷതി വർഷണം തത് സേചന സാമാന്യാത്. വാഗേവ ശബ്ദ ഏവ അസ്യ അശ്വസ്യ വാഗിതി നാത്ര കൽപ്പന ഇത്യർത്ഥഃ. അപ്പോൾ ഉദ്യൻ ഉദിക്കുന്നവൻ, മുകളിലേക്ക് പോകുന്നവൻ. ഉദ്ഗച്ഛൻ മുകളിലേക്ക് പോകുന്നവൻ. ഉച്ചവരെയുള്ള സമയത്ത് സൂര്യൻ മുകളിലേക്ക് പോവുകയാണ്. ഭവതി സവിതാവ് സൂര്യൻ മുകളിലേക്ക് പോകുന്നവനാകുന്നു. ഏതാണ്? ആ മധ്യാഹ്നാത്, മധ്യാഹ്നം വരെയുള്ള സമയം സൂര്യൻ മുകളിലേക്ക് പോകുന്നു. അത് അശ്വത്തിൻ്റെ പൂർവാർദ്ധമാണ്.
നാഭീദേശത്തിന് മുകളിലേക്കുള്ള ഭാഗം. നിംലോചൻ അസ്തംയൻ, അസ്തമിക്കുന്നവൻ. അസ്തംയൻ അസ്തമിക്കുന്നവൻ, താഴേക്ക് പോകുന്നവൻ. മധ്യാഹ്നം കഴിഞ്ഞാൽ അസ്തമിക്കും. അപ്പൊ എപ്പോഴാണ് അസ്തമയം തുടങ്ങുന്നേ? മധ്യാഹ്നത്തിൽ. അങ്ങനെ എടുക്കണം. മധ്യാഹ്നം ആയിക്കഴിഞ്ഞാൽ താണു. നമുക്കൊക്കെ എത്ര വയസ്സാവും? 60? 50? ആയിക്കോട്ടെ, 100 വരെ കിട്ടിയാൽ. ആർക്കപ്പം 100 വരെ കിട്ടണ? 60 വരെ കിട്ടുക 30. 40 വരെ ആയുസുള്ളൂ വെച്ചാൽ 20. അല്ലാണ്ട് എന്താ പറയുക, നമുക്കറിയില്ല. ഏതായാലും ഉദയത്തിന് അസ്തമയം ഉണ്ടെന്ന് ഓർമ്മിച്ചാൽ മതി, ഓരോന്നും വേണ്ട. ശരി. അപ്പോൾ നിംലോചൻ അസ്തംയൻ, താഴേക്ക് പോകുന്നവൻ. എവിടെ? ആ മധ്യാഹ്നാത്, മധ്യാഹ്നത്ത് നിന്ന് അങ്ങട്ട്. മധ്യാഹ്നത്ത് നിന്ന് അങ്ങട്ട് എന്താണ്? ജഘനാർദ്ധ, താഴ്ഭാഗത്തുള്ള ഭാഗം. അത് കുതിരയുടെ താഴ്ഭാഗമാണ്. അപരാർദ്ധ. നേരത്തെ പറഞ്ഞത് നാഭിക്ക് മുകളിലേക്കുള്ളത് എന്നാണ്, മറ്റേ നാഭിക്ക് താഴേക്കുള്ള ഭാഗമാണ്. പൂർവാപര സാധർമ്മ്യം. എന്താ നിങ്ങൾ അങ്ങനെ കൽപ്പിച്ചേ? ഒന്നുമില്ല, ഉദയത്തിന് മുമ്പുള്ളതും ഉദയത്തിന് പിമ്പുള്ളതും അങ്ങനെയാണല്ലോ. ഒന്ന് മുകളിലേക്കുള്ള ഭാഗമാണ്, മറ്റത് താഴേക്കാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഓർമ്മിക്കില്ല എന്ത് താഴേക്ക് ഉണ്ടെന്ന്, അത്രയേ ഉള്ളൂ. ഏത് വിജൃംഭതേ ഗാത്രാണി, എന്ത് ശരീരത്തെ, ശരീരാംഗങ്ങളെ വിജൃംഭണം ചെയ്യുന്നു. വിജൃംഭണം ചെയ്യണേ നമ്മളെന്തൊരു വാക്ക് പറയുമല്ലോ, എന്താണ്? മൂരി നിവരുക. മൂരി അല്ലാത്ത ആളായാലോ? അതെ, വിജൃംഭണം. ശരി, നിവരുക, ഞെളിയ, എന്താ വെച്ചാൽ കൊള്ളാം. ഏത് ഭാഷ വേണിച്ചാൽ പറഞ്ഞോളൂ. എന്തായാലും സംഗതി മനസ്സിലായല്ലോ, വിജൃംഭണം ചെയ്യുന്നത്. വിനാമയതി, വികസിപ്പിക്കുന്നത്, ദേഹത്തെ വികസിപ്പിക്കുന്നത്. വിക്ഷിപതി, ഒന്ന് പരത്തി വിക്ഷേപിച്ച് ദേഹമൊക്കെ ഒന്ന് ഉഷാറാക്കണത്. എന്താണത്? തത് വിദ്യോതതേ, അത് മിന്നലാണ്. വിദ്യോതനം, അത് വിദ്യോതനമാണ്. മിന്നലിന് തുല്യമാണത്. മുഖഘന വിതാരണ സാമാന്യ. അപ്പൊ ഈ ദേഹം ഒന്ന് ഇതാവുമ്പം വായ പൊളിക്കും എന്നാ പറയണത്. അതുപോലെ മേഘത്തിന്റെ വായ പൊളിക്കലാണ് ഇത് മിന്നല്. ഘനമേഘം. അതുപോലെ കുതിരയുടെ വായ പൊളിക്കലാണ് മിന്നൽ. വായ എപ്പോഴാണ് പൊളിക്കണം വെച്ചാൽ ദേഹം ഒന്ന് വിജൃംഭണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുതിര അങ്ങനെ ചെയ്യാറുണ്ട്, അത് നോക്കിയാൽ കാണാം. യത് വിധൂനതേ ഗാത്രാണി കമ്പയതി, ദേഹം കുലുക്കുന്നു. രോമൊക്കെ കുടഞ്ഞ് ദേഹം ഒന്ന് കുലുക്കി. അതെന്താണ്? സ്തനയതി, അത് ഇടിയാണ്. ഇടി, മിന്നലിന്റെ ശബ്ദം, ഇടി. ഗർജന ശബ്ദ സാമാന്യ. അപ്പോൾ ദേഹമൊക്കെ ഒന്ന് കുലുക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും കുതിര, അതിൻ്റെ സാമാന്യം കൊണ്ട്. അത് ഇടിയാണ്. മേഹതി എന്ന് പറഞ്ഞാൽ മേഹം, മൂത്രമൊഴിക്കുക. അല്ല, പ്രമേഹം എന്നൊക്കെ അതുകൊണ്ടല്ലേ പറയണത്. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ മൂത്രം. എന്താ? ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണേനാണ് പ്രമേഹം എന്ന് പറയുന്നത്. എന്താ? മൂത്രത്തിൽ പഞ്ചസാര എന്നർത്ഥമില്ല പ്രമേഹത്തിന്. പ്രമേഹത്തിന് പ്രകർഷേണ മേഹതി, മൂത്രം കൂടുതൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരും, അതാണ് പ്രമേഹം. ആ വാക്കങ്ങനെയാണ് ഉണ്ടായത്, അല്ലാണ്ട് പഞ്ചസാര നോക്കിയിട്ടല്ല പ്രമേഹം എന്ന് പറയണ. അപ്പൊ മേഹതി മൂത്രം കരോതി, ഈ കുതിര മൂത്രം ഒഴിക്കണതാണ് എന്ത്? വർഷതി, വർഷണം. സേചന സാമാന്യം. അത് രണ്ടിനും സേചനം ചെയ്യാന്നുള്ള സാമാന്യമുണ്ട്, ഒഴിക്കുക എന്നുള്ള സാമാന്യമുണ്ട്. അതുകൊണ്ട് ദേവന്മാര് മൂത്രമൊഴിക്കുന്നതാണ് മഴ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു മുത്തശ്ശിമാരൊക്കെ. വാഗേവ ശബ്ദ, വാക്ക് തന്നെയാണ് വാക്ക്. അവിടെ മാത്രം ഭാഷ്യകാരൻ പറയുകയാണ് നാത്ര കൽപ്പന, അവിടെ ഒരു കൽപ്പനയില്ല. ഏത്? വാക്ക് തന്നെ. അപ്പോൾ കുതിരയുടെ ശബ്ദമാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശബ്ദവും.
ഇങ്ങനെ അശ്വത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഇനിയാണ് നമ്മൾ പതുക്കെ പതുക്കെ അശ്വമേധത്തിലേക്ക് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ മേധ്യമായിരിക്കുന്ന അശ്വത്തെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചമായിട്ട് കാണാൻ പഠിച്ചു. അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് ഇന്നതിൻ്റെ അർത്ഥം ഇന്നതാണെന്നൊന്നും പറഞ്ഞ് കശപശ ആരും കൂടണ്ട. നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും കൽപ്പനയാണ്. ഇതിലിപ്പോൾ പാദമായി കൽപ്പിച്ചോ തലയായി കൽപ്പിച്ചാലും വിരോധമില്ല. അപ്പം തിരിച്ചും പറയാൻ പറ്റും നമുക്ക്. വേദാന്തം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ത്? ശരി. ഉണ്ടല്ലോ, അതെല്ലാം ഒരേ മേധ, അതിനെ വളർത്തുന്നതാണ് മേധ്യം. മേധയെ നശിപ്പിക്കുന്നതാണ് അമേധ്യം. അമേധ്യം, പഴയ ഭക്ഷണങ്ങൾക്കൊക്കെ അമേധ്യം എന്ന് പറയും. പണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ അമേധ്യമാണ്, പഴകിയ ഭക്ഷണങ്ങളൊക്കെ. ഇനി ആ അശ്വത്തിൻ്റെ മഹിമനി വീണ്ടും പറയുന്നുണ്ട് അടുത്ത മന്ത്രത്തിൽ. അത് അടുത്ത പ്രാവശ്യം മതി. ഇത് കുറച്ച് നീണ്ടുപോകും. ശരി. ചിലർ പറയണ നേരിട്ടായിട്ട് ഉപനിഷത്തിലേക്ക് പോയിക്കൂടെ എന്നാ ചിലർ ചോദിക്കണത്. അത് വയ്യല്ലോ, അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടേ വഹിക്കൂ. ഋഷി എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ പഠിക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം